بسم الله الرحمن الرحيم الحمد لله رب العالمين والعاقبة للمتقين ولا عدوان إلا على الظالمين والصلاة والسلام على المبعوث رحمة للعالمين أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره الكافرون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي ഏറെ പ്രിയപ്പെട്ട ആദർശ സഹോദരി സഹോദരന്മാരെ, നമ്മയെല്ലാം പടച്ച് തുടർന്ന് നിരീക്ഷിച്ചും പരീക്ഷിച്ചും കൊണ്ടിരിക്കുന്ന റബ്ബിൻ്റെ കൽപ്പനകൾ പരമാവധി നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവന്നും ആ റബ്ബ് നിരോധിച്ച കാര്യങ്ങൾ അത് അങ്ങനെ തന്നെ പൂർണ്ണമായും നമ്മുടെ ജീവിതത്തിൽ നിന്ന് അകറ്റി നിർത്തണമേ എന്ന് എന്നോടും തുടർന്ന് നിങ്ങളോടും ഓർമ്മപ്പെടുത്തുന്നു, വസിയത്ത് ചെയ്യാം. ഈ പരിശുദ്ധ റമളാൻ നമ്മോട് വിട പറയുമ്പോൾ ഈ റമളാനിൽ നമ്മൾ ചെയ്ത എല്ലാ നന്മകളും അത് എത്ര ന്യൂനതകളുള്ളതാണെങ്കിലും അല്ലാഹു സുബ്ഹാനഹു തആല അത് പരിപൂർണ നന്മകളാക്കി മാറ്റി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, ഏറെ ഗൗരവമുള്ള ഒരു വിഷയമാണ് ഇൻഷാ അല്ലാഹ് പറയാൻ ഉദ്ദേശിക്കുന്നത്. നമ്മുടെ ഹൃദയത്തിനുണ്ടാവേണ്ട ഒരു അമലിനെ കുറിച്ചിട്ടാണ്. നമ്മൾ ശരീരാവയവങ്ങൾ കൊണ്ട് ഇബാദത്തെടുക്കും. നമസ്കാരം, ഹജ്ജും എല്ലാം നമ്മുടെ ശരീരാവയവങ്ങൾ കൊണ്ട് ഉള്ള അമലുകളാണ്. എന്നാൽ ഖൽബിന് ചില അമലുകളുണ്ട്. അതിൽപ്പെട്ടൊരു അമലാണ് ഇൻഷാ അല്ലാഹ് പറയാൻ ഉദ്ദേശിക്കുന്നത്. ആ അമൽ നമ്മുടെ ഹൃദയത്തിൽ നിന്ന് നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു തആലയുടെ കാരുണ്യത്തിൽ നിന്നും അവൻ്റെ സ്വർഗത്തിൽ നിന്നും വിദൂരമായി പോകുന്നൊരവസ്ഥയായിരിക്കും നമുക്കുണ്ടാവുക. എന്നാൽ ആ അമൽ നമ്മുടെ ഖൽബിൽ ഉണ്ടായി കഴിഞ്ഞാൽ അള്ളാഹുവിൻ്റെ സാമീപ്യം കരസ്ഥമാക്കുവാനും ആ അള്ളാഹുവിൻ്റെ സ്വർഗം നേടിയെടുക്കുവാനും അത് സഹായിക്കും. അത് മറ്റൊന്നുമല്ല, നമ്മുടെ ഹൃദയത്തിൽ അള്ളാഹുവിനോട് ഉള്ള ഭയമാണ്. എന്താണ് അള്ളാഹുവിനോടുള്ള ഭയം എന്ന് പറഞ്ഞാൽ? ഖൗഫ്, ഖശിയത്ത്, തഖ്വ എന്നൊക്കെ വ്യത്യസ്ത അർത്ഥതലങ്ങളിൽ അത് വിശുദ്ധ ഖുർആനിൽ വന്നിട്ടുള്ള വാക്കാണ്. അള്ളാഹുവിനോടുള്ള ഭയം എന്ന് പറഞ്ഞാൽ നമ്മൾ ദുന്യാവിൽ ഏതെങ്കിലും വസ്തുക്കളോടുള്ള ഭയം പോലെയല്ല. നമുക്കറിയാം, ദുന്യാവിൽ ഏതെങ്കിലും ഒരു വസ്തുവിനോട് ഭയം ഉണ്ടായി കഴിഞ്ഞാൽ ആ വസ്തുവിൽ നിന്ന് മാറി നിൽക്കുന്ന ഒരവസ്ഥയായിരിക്കും ഉണ്ടാവുക. ഉദാഹരണം എന്ന് പറഞ്ഞാൽ, ഇന്ന സ്ഥലത്ത് ഒരു പാമ്പുണ്ടെന്ന് പറഞ്ഞാൽ ആ സ്ഥലത്തേക്ക് പോവാതെ അതിൽ നിന്ന് മാറി നിൽക്കും നമ്മൾ പേടിയുണ്ട്. എന്നാൽ റബ്ബിനോടുള്ള ഭയം അങ്ങനെയല്ല. റബ്ബിനോടുള്ള ഭയം ഉണ്ടായിക്കഴിഞ്ഞാൽ റബ്ബിനോട് അടുക്കുന്നൊരവസ്ഥയായിരിക്കും ഉണ്ടാവുക. എങ്ങനെയെങ്കിലും റബ്ബിലേക്ക് കൂടുതൽ അടുക്കണമെന്നുള്ള ചിന്തയായിരിക്കും ആ ഭയം നമ്മെ നയിക്കുക. പക്ഷേ റബ്ബിനെ ഭയക്കണമെന്ന് പറഞ്ഞാൽ ആളുകൾക്ക് റബ്ബിനെ ആ രൂപത്തിൽ ഭയക്കാൻ പറ്റുമോ? ഇല്ല. അല്ലാഹു സുബ്ഹാനഹു തആലയെ മനസ്സിലാക്കേണ്ട വിധത്തിൽ മനസ്സിലാക്കിയാൽ മാത്രമാണ് അള്ളാഹുവിനെ ഭയപ്പെടാൻ സാധിക്കുള്ളൂ. അള്ളാഹുവിനെ അറിയേണ്ട വിധത്തിൽ അറിഞ്ഞു കഴിഞ്ഞാൽ അതിന് സ്വാഭാവികമായിട്ടുള്ള തേട്ടമാണ്, ഹൃദയത്തിൻ്റെ പ്രവൃത്തിയാണ് യഥാർത്ഥത്തിൽ ഖൗഫ്. നോക്കി നിങ്ങൾ, ഇന്ന് ലോകത്ത് നടക്കുന്ന എല്ലാ പ്രശ്നങ്ങൾക്കുള്ള അടിസ്ഥാന കാരണം വമാ ഖദറുല്ലാഹ ഹഖ ഖദരി, അള്ളാഹുവിനെ കണക്കാക്കേണ്ട വിധത്തിൽ മനസ്സിലാക്കേണ്ട വിധത്തിൽ മനസ്സിലാക്കാത്തത് കൊണ്ടാണ് എല്ലാ പ്രശ്നങ്ങൾക്കുള്ള കാരണം. സഹോദരന്മാരെ കൊല ചെയ്യുന്നത്, മറ്റു രാജ്യങ്ങൾ ആക്രമിക്കുന്നത്, മറ്റുള്ളവരെ കുറ്റം പറയുന്നത്, മോഷ്ടിക്കുന്നത്, വ്യഭിചാരം ചെയ്യുന്നത്, അങ്ങനെ എല്ലാ തിന്മകളുടെ അടിസ്ഥാനം കാരണം എന്താ? അള്ളാഹുവിനെ കുറിച്ചുള്ള ബോധമില്ലാത്തത് കൊണ്ടാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ അള്ളാഹുവിനെ പേടിക്കാത്തത് കൊണ്ടാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ വിഷയം മനസ്സിലാക്കണമെങ്കിൽ ആരാണ് യഥാർത്ഥത്തിൽ അള്ളാഹു എന്ന് നമ്മൾ കൃത്യമായി മനസ്സിലാക്കേണ്ടതുണ്ട്. ആരാണ്
അല്ലാഹു സുബ്ഹാനഹു തആല എല്ലാ ലോകങ്ങളെയും, മനുഷ്യലോകത്തെയും ജിന്ന് ലോകത്തെയും മലക്ക് ലോകത്തെയും മൃഗലോകത്തെയും അങ്ങനെ തുടങ്ങി എല്ലാ സകലവിധ ലോകത്തെയും സൃഷ്ടിച്ച് അതിനെ പരിപാലിച്ചു കൊണ്ടിരിക്കുന്ന അല്ലാഹു സുബ്ഹാനഹു തആല. വലില്ലാഹി മാ ഫിസ് സമാവാതി വൽ അർദ്, ആകാശങ്ങളിൽ ഉള്ളതും ഭൂമിയിലുള്ളതും എല്ലാം അള്ളാഹുവിൻ്റെതാണ്. അങ്ങനെ പറയുമ്പോൾ മനുഷ്യന്മാരും അതിൽ പെട്ടു. യഥാർത്ഥത്തിൽ എല്ലാത്തിൻ്റെയും മുൽക്കിയത്ത് ആർക്കാണ്? അല്ലാഹു സുബ്ഹാനഹു തആലയ്ക്കാണ്. നമ്മുടെ മനുഷ്യൻ എന്ന് പറയുന്ന നമ്മുടെ ശരീരത്തിൻ്റെ ഉടമസ്ഥത പോലും അള്ളാഹുവിനാണ്. നമുക്കെന്താണ് സ്വന്തമായിട്ടുള്ളത്? നമ്മൾ ഉപയോഗിക്കുന്ന വാഹനം, നമ്മുടെ സമ്പത്ത്, നമ്മുടെ പണം, നമ്മുടെ വീട് നമ്മുടെ സ്വന്തമാണോ? അത് ഇന്നോ നാളെ മറ്റുള്ളവർ ഉപയോഗിക്കുന്ന മിൽക്കിയത്ത് മാറുന്ന കാര്യങ്ങളാണ്. അക്ഷരാർത്ഥത്തിൽ നമുക്ക് സ്വന്തം എന്ന് പറയാൻ എന്താണ് ഈ ലോകത്തുള്ളത്? ഇനി സ്വന്തം എന്ന് പറയുന്നത് നമ്മുടെ ശരീരം നമ്മുടേതാണോ? 99% അതിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളും നമ്മുടെ നിയന്ത്രണത്തിനല്ല. കണ്ണിൻ്റെ ഇമ വെട്ടുന്ന കാര്യം പോലും നമ്മളാണ് നിയന്ത്രിക്കുന്നത്? അല്ല. അതെല്ലാം ഓട്ടോമാറ്റിക്കായിട്ട് അതിൻ്റെ കാര്യങ്ങൾ നിർവഹിക്കുന്നു. ഒരു കാര്യം എന്താ നമുക്ക് ചെയ്യാൻ പറ്റുക? കൈയും കാലും ഒന്ന് അങ്ങോട്ടും ഇങ്ങനെ ഇളക്കാൻ പറ്റുന്നതല്ലാതെ, അല്ലെങ്കിൽ നാവ് ഒന്ന് ചിലക്കാൻ കഴിയുന്നല്ലാതെ, അല്ലെങ്കിൽ അള്ളാഹുവിനോടുള്ള ഇബാദത്തിന്റെ വിഷയത്തിൽ ധിക്കരിക്കാനോ അല്ലെങ്കിൽ അനുസരിക്കാനോ അങ്ങനെ പരിമിതമായിട്ടുള്ള ചില കാര്യങ്ങൾ ചെയ്യുവാനല്ലാതെ നമ്മുടെ ശരീരം കൊണ്ട് നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക? അങ്ങനെ എല്ലാ അർത്ഥത്തിലും നമ്മുടെ ശരീരത്തിന്റെ ഉടമ പോലും അല്ലാഹു സുബ്ഹാനഹു തആലയാണ്. ഈ മനുഷ്യൻ എന്ന മഹാശരീരം, അതുപോലെ എത്രയെത്ര മനുഷ്യന്മാരാണ് ഈ ലോകത്ത് ജീവിച്ചു കൊണ്ടിരിക്കുന്നത്? കോടിക്കണക്കിന് മനുഷ്യന്മാർ. അതേപോലെ തന്നെ കോടിക്കണക്കിന് മൃഗങ്ങൾ. ഇവരെ എല്ലാം ഉപജീവനം നൽകുന്നവരാണ് അല്ലാഹു സുബ്ഹാനഹു തആല. ഇനിയും ഈ മനുഷ്യന്മാരെയും മൃഗന്മാരെയും ഉൾക്കൊള്ളുന്ന ഭൂമിയുടെ അവസ്ഥയോ? ഈ വരുന്ന ലോകത്തിന്റെ ആദ്യത്തെ ജീവിയും മനുഷ്യനും മുതൽ യൗമുൽ ഖിയാമ വരെയുള്ള എല്ലാ മനുഷ്യരും മൃഗങ്ങളും എല്ലാവരെയും ഉൾക്കൊള്ളാൻ കഴിയുന്ന ആ ഭൂമിയുടെ വ്യാപ്തി എത്രയാണ്? അതിവിപുലമാണ് ഭൂമിയുടെ വലുപ്പം. എത്രയോ സമുദ്രത്തിന്റെ അടിത്തട്ട് പോലും ഇന്ന് വരെ നമുക്ക് കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. എത്രയോ വലിയ പർവ്വതങ്ങൾ, സമുദ്രങ്ങൾ, അതേപോലെ തന്നെ ഡെസേർട്ടുകൾ, ഇവയെല്ലാം സൃഷ്ടിച്ച് അതിനെ പരിപാലിച്ചു കൊണ്ടിരിക്കുന്നവനാണ് അല്ലാഹു സുബ്ഹാനഹു തആല. എന്നാൽ ഈ വലിയ സൃഷ്ടിയായ ഭൂമിയുടെ വലിപ്പം അല്ലാഹു സുബ്ഹാനഹു തആലയുടെ മറ്റു സൃഷ്ടിയെ തട്ടിച്ചു നോക്കുമ്പോൾ ഈ ഭൂമിക്ക് എന്തെങ്കിലും വലിപ്പമുണ്ടോ? ഒരു വലിപ്പമില്ല എന്നുള്ളതാണ്. നമ്മൾ ഈ ഭൂമിയിൽ നിന്ന് സ്പേസിലേക്കൊരു യാത്ര പോകുന്ന സങ്കല്പിച്ചു നോക്കാം. ഭൂമിയിൽ നിന്ന് മുകളിലേക്ക് പോവാം. ആ പോകുന്ന സമയത്ത് ഈ ഭൂമി എന്ന മഹാഗ്രഹം അതിങ്ങനെ ചെറുതായി വന്ന് അതൊരു ബോളിന്റെ ആകൃതിയിലേക്ക് വന്ന് തുടർന്ന് ഒരു പൊട്ട് പോലെ ഒരു വലിപ്പത്തിലേക്ക് അത് മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ചുറ്റുവട്ടം എന്താ കാണുന്നത്? നമ്മുടെ സോളാർ സിസ്റ്റമായ സൗരയുധത്തിലെ ബാക്കിയുള്ള ഗ്രഹങ്ങളും ആ വലിയ എല്ലാത്തിനും ഊർജം നൽകുന്ന സൂര്യൻ നമുക്ക് മുമ്പിൽ നിൽക്കുകയാണ്. ആ സൂര്യൻ അപേക്ഷിച്ചിട്ട് ഭൂമിയുടെ വലിപ്പം എത്ര? ഒന്നുമല്ല എന്നുള്ളതാണ്. ഏകദേശം 13 ലക്ഷത്തോളം ഭൂമിയെ സൂര്യൻ ഉൾക്കൊള്ളുമെന്നാണ് പറയപ്പെടുന്നത്. അല്ലാഹു അക്ബർ. നോക്കൂ നിങ്ങൾ സൂര്യന്റെ വലിപ്പം. വളരെ സ്പീഡിൽ ഒരു വിമാനത്തിൽ സൂര്യനിലേക്ക് പോയി കഴിഞ്ഞാൽ 19 വർഷം എടുക്കുന്നതാണ്. അപ്പൊ എത്രയാണ് അതിന്റെ ഡിസ്റ്റൻസ്? ആ വലിയ സൃഷ്ടിയായ സൂര്യനെ സൃഷ്ടിച്ച് അതിനെ പരിപാലിച്ചു കൊണ്ടിരിക്കുന്നവനാണ് അല്ലാഹു സുബ്ഹാനഹു തആല. എന്നാൽ ഈ സൂര്യന്റെ വലിപ്പം ബാക്കിയുള്ള സൃഷ്ടികളെ തട്ടിച്ചു നോക്കി കഴിഞ്ഞാൽ എന്തെങ്കിലും വലിപ്പമുണ്ടോ ഈ സൂര്യന്? ഒരു വലിപ്പമില്ല എന്നുള്ളതാണ്. നമ്മൾ യാത്ര തുടരാം. വീണ്ടും നമ്മൾ മുകളിലോട്ട് പോകുമ്പോഴും ആ സൗരയുധം, സോളാർ സിസ്റ്റം അതിങ്ങനെ ചെറുതായി വന്ന് ഗോളാകൃതിയിലേക്ക് മാറി വീണ്ടും അതൊരു ബിന്ദുവിലേക്ക് ഒരു പൊട്ടിന്റെ വലിപ്പത്തിലേക്ക് അത് മാറിക്കൊണ്ടിരിക്കുകയാണ്. വീണ്ടും അത് കോടിക്കണക്കിന് നക്ഷത്രങ്ങളുടെ വ്യൂഹങ്ങൾ നമുക്ക് മുമ്പിലുണ്ട്. ആ നക്ഷത്ര വ്യൂഹങ്ങൾ അപേക്ഷിച്ച് ഈ സോളാർ സിസ്റ്റത്തിന് എന്തെങ്കിലും വലിപ്പമുണ്ടോ? ഒരു വലിപ്പമില്ല. അങ്ങനെ മുന്നോട്ട് പോകും തോറും ഓരോ സൃഷ്ടികളും നമ്മളും ചെറുതായിക്കൊണ്ടിരിക്കുകയാണ്. അള്ളാഹുവിന്റെ വലിപ്പം കൂടിക്കൊണ്ടിരിക്കുകയാണ്. അല്ലാഹു അക്ബർ. ഇനിയും നമ്മൾ യാത്ര തുടരണം മുന്നോട്ട് പോകും തോറും ഈ പറയപ്പെടുന്ന ഗാലക്സികൾ അതിങ്ങനെ ചെറുതായി വന്ന്
അത് ഒരു ഗോളാകൃതിയിൽ മാറി നമ്മുടെ ഗാലക്സിയായി മിൽക്കി വേ ഗാലക്സിയിലേക്ക് അത് മാറിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ മിൽക്കി വേ ഗാലക്സി പോലെയുള്ള കോടിക്കണക്കിന് ഗാലക്സികൾ നമുക്ക് മുമ്പിലുണ്ട്. വീണ്ടും യാത്ര മുന്നോട്ട് പോകുമ്പോൾ അതും ഇങ്ങനെ ചെറുതായി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അത് ക്ലസ്റ്ററുകളായി രൂപപ്പെടാം. ആ ക്ലസ്റ്ററുകളെ തട്ടിച്ചു നോക്കുമ്പോൾ നമ്മുടെ മിൽക്കി വേ ഗാലക്സിക്ക് എന്തെങ്കിലും വലുപ്പത്തിൽ എന്തെങ്കിലും സാന്നിധ്യം ഉണ്ടോ? ഒരു വലുപ്പമില്ല എന്നുള്ളതാണ്. അക്ഷരാർത്ഥത്തിൽ അതിന് മുമ്പിൽ ഒന്നുമല്ല എന്നുള്ളതാണ്. വീണ്ടും യാത്ര മുന്നോട്ട് പോകുമ്പോൾ ആ ക്ലസ്റ്റർ എല്ലാം കൂടി സൂപ്പർ ക്ലസ്റ്ററുകളായി മാറാണ്. അതും വീണ്ടും ചെറുതായി വന്ന് ഒരു പൊട്ടായി മാറാണ്. ഓരോ സൃഷ്ടിയും മുകളിലേക്ക് പോകുന്തോറും ചെറുതായി പോകുന്നൊരവസ്ഥ. ഏകദേശം 93 ബില്യൺ പ്രകാശവർഷം എത്തി നിൽക്കുന്ന നമ്മുടെ സ്പേസ്, അതാണ് ശാസ്ത്രം ഇന്ന് കണ്ടെത്തിയിട്ടുള്ള സ്പേസിന്റെ വലിപ്പം. അത് 1% സ്പേസിന്റെ വലിപ്പമായിട്ടില്ല എന്നാണ്. നമ്മൾ സമാഉദ്ദുനിയ എന്ന് പറയുന്ന നക്ഷത്രങ്ങളും ബാക്കിയുള്ള ഗ്രഹങ്ങളും എല്ലാം ഉൾപ്പെട്ടതാണ് സമാഉദ്ദുനിയ. അതിന്റെ 1% പോലും നമ്മൾ കണ്ടെത്തിയിട്ടില്ല. അതിന് വലിപ്പം എത്രയാണ്? ഇനി കണ്ടെത്താനുള്ള സ്പേസിന്റെ വലിപ്പം എത്ര? ഇതിനുമായി ബന്ധപ്പെട്ട് താരതമ്യം ചെയ്യുമ്പോൾ ഒന്നുമില്ല എന്നുള്ളതാണ്. വീണ്ടും നമ്മൾ യാത്ര പോവുകയാണ്. 7 ആകാശങ്ങളുണ്ടാണ് വിശുദ്ധ ഖുർആൻ നമ്മൾ പഠിപ്പിക്കുന്നത്. ഓരോ ആകാശത്തിനും ഇടയിൽ 500 വർഷത്തെ ദൂരമുണ്ടെന്നാണ്. 1 നിന്ന് 2ലേക്ക്, 2 നിന്ന് 3 ആകാശത്തിലേക്ക് 500 വർഷത്തെ ദൂരം, 4 നിന്ന് 5ലേക്കും, 5 നിന്ന് 6ലേക്കും, 6 നിന്ന് 7ലേക്കും, അങ്ങനെ 500 വർഷത്തെ ദൈർഘ്യ ദൂരം. സുബ്ഹാനല്ലാഹ്, എത്രയാണ് ഈ സമാഅദ്ദുനിയയുടെ അതിന്റെ വലിപ്പവും 7 ആകാശങ്ങളുടെ വലിപ്പവും തട്ടിച്ചു നോക്കി കഴിഞ്ഞാൽ ഒന്നുമില്ല സമാഅദ്ദുനിയ 7 ആകാശങ്ങൾക്ക് മുമ്പിൽ. വീണ്ടും നമ്മൾ യാത്ര പോവുകയാണെങ്കിൽ അതിന്റെ മുകളിൽ ബഹറുണ്ട്. അതിന് മുകളിലാണ് കുർസി, അള്ളാഹുവിന്റെ കുർസിയുള്ളത്. ആ കുർസിന്റെ മുമ്പിൽ ഈ പറഞ്ഞ സബ്ഉ സമാവാത്തിന്റെ വലിപ്പം എത്രയാണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മനോഹരമായ ഉപമ നമുക്ക് പറഞ്ഞു തരാൻ. അതിന് വലിപ്പം അതിന് മനസ്സിലാക്കാൻ കഴിയും. പക്ഷേ ചെറിയൊരു രൂപം കിട്ടാൻ വേണ്ടിയിട്ട് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉപമ പറഞ്ഞു കൊടുക്കാൻ. ഡെസേർട്ടിൽ ഒരു ചെറിയ ഒരു മോതിരം വെച്ച് കഴിഞ്ഞാൽ ആ മരുഭൂമിയിൽ ആ മരുഭൂമി അപേക്ഷിച്ച് ആ മോതിരത്തിന്റെ വലിപ്പം എത്രയാണോ അതാണ് ആ കുർസിന്റെ മുമ്പിൽ ബാക്കിയുള്ള സമാവാത്തിന്റെ വലിപ്പം. ഒന്നുമില്ല എന്നുള്ളതാണ് അക്ഷരാർത്ഥത്തിൽ. സുബ്ഹാനല്ലാഹ്. എന്നാൽ ആ വലിയ കുർസിയെ സൃഷ്ടിച്ച റബ്ബാണ് അല്ലാഹു സുബ്ഹാനഹു തആല. എന്നാൽ ആ കുർസിക്ക് ബാക്കിയുള്ള സൃഷ്ടിയെ തട്ടിച്ചു നോക്കി കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു വലിപ്പമുണ്ടോ? ഒരു വലിപ്പമില്ല. അർശ്, അള്ളാഹുവിന്റെ ഏറ്റവും ഉന്നതമായ സൃഷ്ടി അർശ്. ആ അർശിന്റെ മുമ്പിൽ കുർസിന്റെ വലിപ്പത്ര. വീണ്ടും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇതേ ഉപമ കൊണ്ടുവരികയാണ്. ആ മഹാമരുഭൂമിയിൽ ഒരു മോതിരം വെക്കുകയാണ്. ആ മരുഭൂമി അപേക്ഷിച്ച് ആ മോതിരത്തിന് വലിപ്പത്ര. അതുപോലെയാണ് അർശിന്റെ മുമ്പിൽ കുർസിന്റെ വലിപ്പം. ഒന്നുമില്ല എന്നുള്ളതാണ്. അപ്പൊ ആ അർശിന്റെ വലിപ്പത്ര. ഉന്നതമായ സൃഷ്ടിയാണ് അർശ്. അതാണ് വിശുദ്ധ ഖുർആനിൽ പലയിടത്തും കാണാം റബ്ബുൽ അർശിൽ അദീം, ഉന്നതമായ അർശിന്റെ റബ്ബ്. ആ റബ്ബിന്റെ ആ അർശിന്റെ മുകളിലാണ് ഉന്നതമായ ആ അള്ളാഹുവിനെ യോജിക്കുന്ന വിധത്തിൽ അള്ളാഹു സുബ്ഹാനഹു തആല ഇസ്തിവായിൽ ഉള്ളത്. ആ റബ്ബാണ് നമ്മെ എല്ലാം സൃഷ്ടിച്ചും പരിപാലിച്ചു കൊണ്ടിരിക്കുന്നത്. ആ റബ്ബിനെ മനസ്സിലാക്കുക എന്നതാണ് നമ്മുടെ ജീവിതത്തിന്റെ അടിസ്ഥാനപരമായിട്ടുള്ള ലക്ഷ്യം. ആ അല്ലാഹു സുബ്ഹാനഹു തആല, അവൻക്ക് തുല്യനായി ഒരാളുമില്ല. ലൈസ കമിസ്ലിഹി ഷൈഉൻ. അതേപോലെ തന്നെ വലം യകുൻ ലഹു കുഫുവൻ അഹദ്. ഒരാളും അല്ലാഹു സുബ്ഹാനഹു തആലയ്ക്ക് തുല്യനായി ആരുമില്ല തന്നെ. അല്ലാഹു സുബ്ഹാനഹു തആല ഒരാളുടെ ഇബാദത്തിനും ആവശ്യമില്ല, ഒരാളെയും ആവശ്യമില്ലാത്തവനാണ് അല്ലാഹു സുബ്ഹാനഹു തആല. അല്ലാഹു സമദാണ്, അല്ലാഹു ഖനിയ്യുൻ ഹമീദാണ്. നമ്മുടെ ഇബാദത്തുകളോ നമ്മുടെ നമസ്കാരങ്ങളോ നമ്മുടെ നോമ്പോ ഒന്നും തന്നെ അല്ലാഹുവിന് ആവശ്യമില്ല. ഒരു റിവായത്തിൽ കാണാം, ലോകത്തിന്റെ ആദ്യത്തെ മനുഷ്യനും ജിന്നും മുതൽ യൗമുൽ ഖിയാമയിൽ വരുന്ന അവസാനത്തെ മനുഷ്യനും ജിന്നും എല്ലാവരും കൂടി ഒരു സ്ഥലത്ത് ഒരുമിച്ച് കൂടിക്കൊണ്ട് അള്ളാഹുവിന് ഏറ്റവും നന്നായി ഇബാദത്ത് എടുത്തു കഴിഞ്ഞാലും അള്ളാഹുവിന്റെ ഇസ്സത്തിലും അവന്റെ മഹത്വത്തിലും ഒരു വർദ്ധനവ് പോലും വരൂല എന്നുള്ളതാണ്. അതേപോലെ തന്നെ ഈ പറഞ്ഞ ആദ്യത്തെ മനുഷ്യനും ജിന്നും എല്ലാവരും കൂടി അവസാനത്തെ ജിന്നും മലക്കും എല്ലാവരും കൂടി ഒരു സ്ഥലത്ത് ഒരുമിച്ച് കൂടി അള്ളാഹുവിനെ വേണ്ട വിധത്തിൽ എല്ലാ അർത്ഥത്തിലും ധിക്കരിച്ചു കൊണ്ട് ജീവിച്ചു കഴിഞ്ഞാലും
അള്ളാഹുവിന്റെ പ്രതാപത്തിലും ഇസ്സത്തിലും അവന്റെ മഹത്വത്തിലും ഒരു കുറവ് വരൂല എന്നുള്ളതാണ്. വഹുവ ഖദീമുൻ ബിലാ ഇബ്തിദാം വദായിമുൻ ബിലാ ഇൻതിഹാം. അവൻ എല്ലാത്തിനും മുമ്പേ ഉള്ളവനാണ്, അവനക്ക് തുടക്കമില്ല, അവനക്ക് അവസാനമില്ല, അവൻ എന്നും നിലനിൽക്കുന്നവനാണ്. ഹുവൽ അവ്വൽ വൽ ആഖിർ വദ്ദാഹിർ വൽ ബാത്തിൻ. അതുകൊണ്ട് എല്ലാ അർത്ഥത്തിലും അല്ലാഹു സുബ്ഹാനഹു തആലയെ ആശ്രയിക്കുന്നവരാണ് ബാക്കിയുള്ള എല്ലാവരും. അൻതുമുൽ ഫുഖറാഉ ഇലല്ലാഹി വല്ലാഹ്. നിങ്ങളാണ് അള്ളാഹുലേക്ക് ആവശ്യമുള്ളവർ. എല്ലാ അർത്ഥത്തിലും ഹിദായത്തിന്റെ ആവശ്യമാണെങ്കിലും സംസാരിക്കുന്ന വിഷയത്തിലാണെങ്കിലും നടക്കുന്നതിനായാലും ജീവിക്കുന്നതിനായാലും എല്ലാ അർത്ഥത്തിലും നമുക്ക് അല്ലാഹു സുബ്ഹാനഹു തആലയെ ആവശ്യമുണ്ട്. നമ്മളാണ് ഫക്കീർ, അല്ലാഹു സമദാണ്. അതുകൊണ്ട് ഈ അർത്ഥത്തിൽ അല്ലാഹു സുബ്ഹാനഹു തആലയെ മനസ്സിലാക്കിക്കൊണ്ട് ആയിരിക്കണം നമ്മൾ അല്ലാഹുവിനെ ഭയപ്പെടേണ്ടത്. കാരണം അവനാണ് നമ്മുടെ ഖാലിഖ്, അവനാണ് നമ്മുടെ റസ്സാഖ്. എല്ലാവരും അവനിലേക്കാണ് മടങ്ങിപ്പോകുന്നത്. നോക്കി നിങ്ങൾ, ആ അർശിന് മുകളിൽ നിന്നുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു തആല ദൂതന്മാർ മുഖേന നമുക്ക് അയച്ച കത്താണ് വിശുദ്ധ ഖുർആൻ. ആ വിശുദ്ധ ഖുർആനിലൂടെ നമ്മോട് പറയാൻ, നിങ്ങൾ എന്നെ മാത്രം ആരാധിക്കണം, നിങ്ങൾ നമസ്കരിക്കണം, സകാത്ത് കൊടുക്കണം, വ്യഭിചരിക്കരുത്, കള്ള് കുടിക്കരുത് എന്നൊക്കെയുള്ള കൽപ്പനകൾ കൊടുക്കുമ്പോൾ ചില മനുഷ്യന്മാരും ജിന്നുകളും അള്ളാഹുവിനെ ധിക്കരിക്കാൻ, അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ട് അള്ളാഹുവിന്റെ ഭൂമിയിലൂടെ അഹങ്കരിച്ച് നടക്കുകയാണ്. ആ ഉന്നതമായ അല്ലാഹു സുബ്ഹാനഹു തആലയ്ക്ക് സന്താനങ്ങളുണ്ടെന്ന് പറയാൻ, വളരെ ചെറിയ സൃഷ്ടികൾക്ക് അള്ളാഹുവിന്റെ കഴിവുണ്ടെന്ന് വാദിക്കുകയാണ്. എത്ര വലിയ അക്രമമാണ് മനുഷ്യന്മാർ ചെയ്തു കൂട്ടുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിലേക്ക് എത്തിച്ചേരാനുള്ള വഴികൾ അല്ലാഹു സുബ്ഹാനഹു തആല നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. ആ വഴിയിൽ നിന്ന് തെറ്റിപ്പോകാതെ അള്ളാഹുവിന്റെ അദാബ് ലഭിക്കുമെന്നുള്ള പേടി നമുക്കുണ്ടാവണം. അതേപോലെ മനുഷ്യന്മാരെ ആക്രമിക്കുന്നതിൽ നിന്നും അള്ളാഹുവിനെ തൊട്ട് നമ്മൾ പേടിക്കണം. എന്താ കാരണം? അള്ളാഹു നാളെ നീതി നടപ്പിലാക്കും. ആ നീതി നടപ്പിലാക്കുന്ന സമയത്ത് അള്ളാഹു ഉന്നതനാണ്, അള്ളാഹുവിന്റെ അദാബ് ഉന്നതമാണ്, ശദീദാണ്. ആ അള്ളാഹുവിന്റെ പണിഷ്മെന്റിനെ, അള്ളാഹുവിന്റെ ശിക്ഷയെ നമ്മൾ പേടിക്കണം. ആ അർത്ഥത്തിലും അല്ലാഹു സുബ്ഹാനഹു തആലയോടുള്ള പേടി നമുക്കുണ്ടാവണം. ഇങ്ങനെ എല്ലാ അർത്ഥത്തിലും അള്ളാഹുവിന്റെ ഇഷ്ടക്കേട് എന്നിൽ ഉണ്ടാകുമോ എന്നുള്ള പേടിയായിരിക്കണം നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, തിന്മകൾ ചെയ്യുന്ന ആളുകൾ മാത്രമല്ല അള്ളാഹുവിനെ ഭയപ്പെടേണ്ടത്. അള്ളാഹുവിനെ അറിയുന്ന എല്ലാവരും അള്ളാഹുവിനെ ഭയപ്പെടേണ്ടതുണ്ട്. നോക്കൂ നിങ്ങൾ, ആകാശത്തിലുള്ള അതേപോലെ ഭൂമിയിലുള്ള എല്ലാവരും അള്ളാഹുവിനെ തസ്ബീഹ് ചെയ്യുന്നുണ്ട്, അള്ളാഹുവിനെ ഇബാദത്ത് എടുക്കുന്നുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ, ആകാശം അത് മോങ്ങെന്ന് പറഞ്ഞാൽ, അത്വത്തെന്ന് പറഞ്ഞാൽ അമിതമായ ഭാരം കൊണ്ട് അത് പരിങ്ങി ശബ്ദമുണ്ടാക്കുന്നൊരവസ്ഥ. ആകാശത്തിന് ആ ഒരു ശബ്ദമുണ്ടാക്കുന്ന ഒരു അവകാശമുണ്ട്. കാരണം എന്താ? ഒരു 4 വിരൽ പോലും വെക്കാത്ത സ്ഥലം ആകാശത്തില്ല, ഒരു ഇഞ്ചി പോലും സ്ഥലമില്ല ആകാശത്ത്. എന്താ കാരണം? അവിടെ ഓരോ മലക്കും അവരുടെ നെറ്റിത്തടം അവിടെ വെച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തിനു വേണ്ടി? അള്ളാഹുവിനെ സുജൂദ് ചെയ്യാൻ വേണ്ടി. എന്താ കാരണം? അള്ളാഹുവിനെ കുറിച്ച് അവർ കൃത്യമായിട്ട് ബോധം അവർക്കുണ്ട്. അള്ളാഹുവിനെ ധിക്കരിക്കാനുള്ള കഴിവ് മലക്കുകൾക്കില്ല. എന്നിരുന്നാലും അള്ളാഹുവിനെ കുറിച്ചുള്ള അറിവ് കൊണ്ട്, അള്ളാഹുവിനെ പേടിച്ചുകൊണ്ട് അവർ സുജൂദിൽ ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. ആ ഒരു ഭയമായിരിക്കണം നമുക്കുണ്ടാവേണ്ടത്. എങ്ങനെ ആ ഭയം ഉണ്ടാകും? അല്ലാഹു സുബ്ഹാനഹു തആലയെ അറിയേണ്ട വിധത്തിൽ അറിഞ്ഞു കഴിഞ്ഞാൽ അത് സ്വാഭാവികമായിട്ടുള്ള ഭയം നമ്മുടെ ഹൃദയത്തിൽ വരും. അതുകൊണ്ടാണ് പ്രവാചകന്മാരും നല്ല മനുഷ്യന്മാരൊക്കെ അല്ലാഹു സുബ്ഹാനഹു തആലയെ പേടിച്ചുകൊണ്ട് കഴിഞ്ഞിരുന്നത്. നോക്കൂ നിങ്ങൾ, പ്രവാചകൻ പറയാം, അള്ളാഹുവിനെ കുറിച്ച് നിങ്ങളെക്കാളും കൂടുതൽ അറിവ് എനിക്കുണ്ട്, അതുകൊണ്ട് ഏറ്റവും ഭയപ്പെടുന്നത് ഞാൻ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം. ഈ അറിവ് കൊണ്ടും അതിനെ തുടർന്നുള്ള ഭയം കൊണ്ടൊക്കെയാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ദിവസം 70-100 തവണയൊക്കെ ഇസ്തിഗ്ഫാർ നടത്താനുള്ള കാരണം. ഈ ഭയം കാരണത്താലാണ് രാത്രി എഴുന്നേറ്റ് പോകുന്നത്, അല്ലാതെ മറ്റുള്ള ആഗ്രഹം കൊണ്ടല്ല, അള്ളാഹുവിനോടുള്ള ഭയം കൊണ്ട്. അങ്ങനെ കാലിൽ നീര് വരുമാറ് അല്ലാഹു സുബ്ഹാനഹു തആല നമസ്കരിക്കുന്നത് എന്തുകൊണ്ടാണ്? ഈ ഭയം കാരണത്താലാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, അല്ലാഹു സുബ്ഹാനഹു തആലയെ നമ്മൾ മനസ്സിലാക്കുക,
അള്ളാഹു നമ്മോട് കൽപ്പിച്ചതാണ് റബ്ബിനെ ഭയപ്പെടാനുള്ളത്. നോക്കൂ നിങ്ങൾ, ഒരിക്കൽ ഇസ്രായേലിൽപ്പെട്ട ഒരു മനുഷ്യൻ, അദ്ദേഹം മരിക്കാൻ കിടക്കുകയാണ്. അങ്ങനെ തൻ്റെ മക്കളെ വിളിച്ചുകൂട്ടി. ആ മക്കളോട് എന്നിട്ട് ആ മനുഷ്യൻ പറയാണ്, ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എൻ്റെ മയ്യത്ത് നിങ്ങൾ കത്തിക്കണം. അങ്ങനെ കത്തിച്ച് അത് ഭസ്മമാക്കണം. എന്നിട്ട് അതിൻ്റെ അംശങ്ങൾ എടുത്ത് സമുദ്രത്തിലും മറ്റുമായി അത് കൊണ്ടുപോയി ഇടാൻ പറഞ്ഞു മക്കളോട്. അങ്ങനെ അദ്ദേഹം മരണപ്പെടുകയാണ്. അങ്ങനെ മക്കൾ ആ രൂപത്തിൽ അദ്ദേഹത്തിൻ്റെ മയ്യത്ത് കത്തിച്ചു. അതിൻ്റെ അംശങ്ങൾ സമുദ്രത്തിൽ കൊണ്ടുപോയിട്ടു. ആ രൂപത്തിൽ ചെയ്തു. അങ്ങനെ നാളെ പരലോകത്ത് അല്ലാഹു സുബ്ഹാനഹു തആല ഈ മനുഷ്യനെ വിളിക്കുകയാണ്. എന്നിട്ട് ചോദിച്ചു ആ മനുഷ്യനോട്, നീ എന്താ ഈ രൂപത്തിൽ ചെയ്യാനുള്ള കാരണം? എന്താ നിന്നെ മയ്യത്ത് കത്തിപ്പിക്കാൻ കൽപ്പിക്കാനുള്ള കാരണം എന്താണ്? ആ മനുഷ്യൻ പറയാൻ, പടച്ചോനെ, നിന്നെ പേടിച്ചിട്ടാണ്, നിന്റെ ഹിസാബൊക്കെ പേടിച്ചിട്ടാണ്, നിന്നിൽ കിട്ടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ആ രൂപത്തിൽ ഞാൻ ചെയ്തതെന്ന് പറഞ്ഞു. അല്ലാഹു സുബ്ഹാനഹു തആലക്ക് ആ അബ്ദിന്റെ മറുപടി ഇഷ്ടമായി. പേടിച്ചിട്ട് എന്നുള്ള വാക്ക് ഇങ്ങോട്ട് കടന്നോ എന്ന് പറഞ്ഞു സ്വർഗത്തേക്ക്. നോക്ക് നിങ്ങൾ, അല്ലാഹു സുബ്ഹാനഹു തആലയോടുള്ള ഭയം അള്ളാഹുവിന് ഏറെ ഇഷ്ടമാണ്. പ്രവാചകൻ പറയാൻ, 2 കണ്ണുകൾ നാളെ നരകത്തിൽ പ്രവേശിക്കൂല, നരകം തൊടൂല എന്നാണ്. അതിലൊന്നേതാണ്? അല്ലാഹു സുബ്ഹാനഹു തആലയെ പേടിച്ച് കരഞ്ഞ കണ്ണുകൾ. രണ്ടാമതോ, രാത്രിയിൽ അള്ളാഹുവിനെ പേടിച്ചിട്ട് എണീറ്റ് നിന്ന് നമസ്കരിക്കുന്നവന്റെ കണ്ണുകൾ. ഈ 2 കണ്ണുകൾ നാളെ നരകം തൊടൂല എന്നാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, റബ്ബിനെ ഭയപ്പെട്ടുകൊള്ളുക, അള്ളാഹുവിനെ അറിഞ്ഞുകൊണ്ട്. അത് സത്യവിശ്വാസത്തിന്റെ അടയാളാണ്. വഖാഫൂനീൻ ഇൻ കുൻതും മുഅ്മിനീൻ. നിങ്ങൾ സത്യവിശ്വാസികളാണെങ്കിൽ നിങ്ങൾ എന്നെ ഭയപ്പെട്ടുകൊള്ളുക എന്ന് അല്ലാഹു സുബ്ഹാനഹു തആല കൽപ്പിക്കുകയാണ്. ഈ ഖൗഫ് എന്നുള്ളത് മുത്തഖിങ്ങളുടെ ക്യാരക്ടറാണ്, അവരുടെ ക്വാളിറ്റിയാണ്. അല്ലാഹു സുബ്ഹാനഹു തആല പറയാം, ഇന്നമൽ മുഅ്മിനൂൻ അല്ലദീന ഇദാ ദുക്കിറല്ലാഹ്. സത്യവിശ്വാസികൾ എന്ന് പറയുന്നത് ആര് മാത്രമാണ്? അള്ളാഹുവിനെ കുറിച്ച് പറയപ്പെട്ടാൽ അവരുടെ ഹൃദയം വിറകൊള്ളും. അത് മാത്രമല്ല, വഇദാ തുലിയത് അലൈഹിം ആയാതുഹു സാദതുഹും ഈമാനം. അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങൾ എങ്ങാനും അവർക്ക് ഓതിക്കൊടുത്താൽ അവരുടെ ഈമാൻ ഇങ്ങനെ വർദ്ധിക്കും. എന്തുകൊണ്ടാണ് കാരണം? അള്ളാഹുവിനെ കുറിച്ചുള്ള കൃത്യമായിട്ടുള്ള ബോധം അവർക്കുള്ളത് കൊണ്ടാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ രൂപത്തിലായിരിക്കണം നമ്മൾ അല്ലാഹു സുബ്ഹാനഹു തആല മനസ്സിലാക്കേണ്ടത്. അള്ളാഹുവിനോടുള്ള ഭയമെങ്ങാനും നമ്മുടെ ഹൃദയത്തിൽ നിന്ന് പോയി കഴിഞ്ഞാൽ പിന്നെ പകരം അവിടെ ഉണ്ടാവുക എന്താണ്? തിന്മകളായിരിക്കും, നമ്മുടെ ഇച്ഛകളെയായിരിക്കും നമ്മൾ പിൻപറ്റുക. ഒരു സമൂഹത്തിൽ നിന്ന് തന്നെ അള്ളാഹുവിനോടുള്ള ഭയം മാറിക്കഴിഞ്ഞാലോ ആ സമൂഹം തന്നെ വലിയ ഫൗളയിൽ, വലിയ ദുരന്തത്തിൽ അകപ്പെടുന്ന ഒരു അവസ്ഥയായിരിക്കും ഉണ്ടാവുക. അവിടെ ഇനി എത്ര തന്നെ ശക്തമായിട്ടുള്ള നിയമങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാലും ശരി, ആളുകൾ തിന്മയിൽ മുഴുകുന്ന ഒരു അവസ്ഥ ആയിരിക്കും ഉണ്ടാവും. ഇന്ന് ലോകത്ത് എത്രയോ രാജ്യങ്ങൾ വ്യഭിചാരവും സെക്സുമെല്ലാം ടൂറിസ്റ്റിന്റെ ഭാഗമാക്കി നിയമമാക്കിക്കൊണ്ടിരിക്കുകയാണ്, പലിശ നിയമമാക്കിക്കൊണ്ടിരിക്കുകയാണ്, കള്ളുകൂടി നിയമമാക്കിക്കൊണ്ടിരിക്കുകയാണ്. അള്ളാഹുവിനെ കുറിച്ചുള്ള കൃത്യമായ ബോധമില്ലാത്തത് കൊണ്ടാണ്, ഭരണാധികാരികൾക്ക് ആ രൂപത്തിൽ തഖ്വ ഇല്ലാത്തത് കൊണ്ടാണ് ഇത്തരത്തിലുള്ള നിയമങ്ങളൊക്കെ പാസ്സാക്കാനുള്ള കാരണം. അതുകൊണ്ട് ഓരോ തിന്മയിൽ നിന്ന് മാറി നിൽക്കണമെന്നുണ്ടെങ്കിൽ കൃത്യമായിട്ടുള്ള അള്ളാഹുവിനെ കുറിച്ചുള്ള ബോധം നമുക്കുണ്ടാവണം. നമുക്കറിയാം, ഹൈവേയിലൂടെയൊക്കെ നമ്മൾ സഞ്ചരിക്കുന്ന സമയത്ത് ചില ആളുകൾ സ്പീഡ് ക്യാമറ കാണുമ്പോൾ സ്പീഡൊക്കെ ഒന്ന് കുറക്കും. എന്താ കാരണം? ആ സമയത്ത് ആ സ്ഥലത്ത് കൂടെ സ്പീഡിൽ പോയി കഴിഞ്ഞാൽ അതിന്റെ പരിണിത ഫലം നമ്മൾ അനുഭവിക്കേണ്ടി വരും എന്നുള്ള പേടി കൊണ്ട് അവർ സ്പീഡൊക്കെ ഒന്ന് കുറച്ചിട്ട് പോവാം. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു തആല സദാസമയവും നമ്മൾ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്. നേരത്തെ മനസ്സിലാക്കിയ ആ അർശിന്റെ മുകളിൽ നിന്നുകൊണ്ട് നമ്മുടെ മനസ്സിന്റെ ഉള്ളതും അതേപോലെ തന്നെ പുറത്തുള്ളതും കൃത്യമായി അറിയുന്ന അല്ലാഹു സുബ്ഹാനഹു തആല, ആ അല്ലാഹു നിരോധിച്ച കാര്യങ്ങൾ അത് ചെയ്തു കഴിഞ്ഞാൽ നാളെ അതിന്റെ പരിണിത ഫലം ഞാൻ അനുഭവിക്കേണ്ടി വരും എന്നുള്ള പേടി കൊണ്ട് ആണ് ഓരോ വിശ്വാസിയും തിന്മയിൽ നിന്ന് മാറി നിൽക്കുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ ഒരു ഭയം നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാവേണ്ടതുണ്ട്. ഖൗഫ് ഉണ്ടായി കഴിഞ്ഞാൽ ബാക്കി പിന്നെ എല്ലാ പ്രവർത്തനങ്ങളും ശരിയാവും. നല്ല രൂപത്തിൽ സംസാരിക്കും, നല്ല കാര്യങ്ങൾ ചെയ്യാൻ പറ്റും, നമുക്ക് നല്ല ഒരു ശക്തി നമുക്ക് ലഭിക്കും. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു തആല പറഞ്ഞത്, ആരെങ്കിലും ദുനിയാവിൽ എന്നെ ഭയപ്പെട്ടാൽ നാളെ പരലോകത്ത് അവർ സുരക്ഷിതരാവും. ആരെങ്കിലും ദുനിയാവിൽ സുരക്ഷിതരായിട്ട് അവർക്ക് തോന്നപ്പെട്ടാൽ നാളെ അവർ പരലോകത്തും ഭയപ്പെടുന്ന ഒരവസ്ഥയായിരിക്കും ഉണ്ടാവുക. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിനോടുള്ള ഭയം എന്നുള്ള വിഷയം ഏറെ ഗൗരവമാണ്. ആ ഒരു ഖൗഫ് ഉണ്ടായി കഴിഞ്ഞാൽ മറ്റൊരു ഗുണമുണ്ട്.
നേരത്തെ നമ്മൾ മനസ്സിലാക്കിയ ആ ഉന്നതമായ സൃഷ്ടിയായ അർശിന്റെ തണലിൽ നാളെ തണൽ ലഭിക്കുന്നുള്ള മഹത്തായ ഗുണം നമുക്കതിലൂടെ ലഭിക്കും. രണ്ട് ആളുകൾ ഈ ഒറ്റ കാരണം കൊണ്ടാണ്, പേടികൊണ്ടാണ് നാളെ അർശിന്റെ തണലിൽ ഇടം ലഭിക്കാനുള്ള കാരണം. അതിൽ ഒരാളാരാണ്? ഒറ്റയ്ക്കിരുന്ന് അള്ളാഹുവിനെ പേടിച്ചുകൊണ്ട് കരഞ്ഞ മനുഷ്യൻ. രണ്ടാമതാരാണ്? കുലീനതയുള്ള ഭംഗിയുള്ള ഒരു സ്ത്രീ വ്യഭിചാരത്തിലേക്ക് വിളിക്കുമ്പോൾ ഇന്നി അഖാഫുല്ലാഹ് എന്ന് പറയുന്ന മനുഷ്യൻക്കും. ഈ രണ്ട് വിഷയത്തിനും ഖൗഫാണ് അടിസ്ഥാനം. ആ രണ്ടാളുകൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നാളെ പരലോകത്ത് അർശിന്റെ തണൽ കൊടുക്കുന്നതാണ്. അതേപോലെ ഒരിക്കൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മരിക്കാൻ കിടക്കുന്ന ഒരു യുവാവിൻ്റെ അടുത്ത് സമീപിക്കുകയാണ്. അദ്ദേഹത്തോട് ചോദിക്കുകയാണ്, നിനക്കിപ്പോൾ എന്താ തോന്നുന്നത്? എന്നിട്ട് ആ സ്വഹാബി പറയാണ്, യാ റസൂലല്ലാഹ്, എനിക്ക് അള്ളാഹുവിൽ പ്രതീക്ഷയുണ്ട്, പക്ഷെ അതേ സമയത്ത് എൻ്റെ തെറ്റുകൾ കൊണ്ട് അള്ളാഹുവിൽ എനിക്ക് ഭയമുണ്ട്. അപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം, ഈ ഒരു അവസ്ഥ, ഈ രണ്ടൊരവസ്ഥ ഒരു അടിമയുടെ ഹൃദയത്തിൽ ഒരുമിച്ച് കൂടൂല. എപ്പോഴല്ലാതെ ആ അടിമ എന്താണോ അള്ളാഹുവിൽ നിന്ന് പ്രതീക്ഷിക്കുന്നതും അത് അള്ളാഹു അവൻക്ക് നൽകുകയും എന്താണോ അടിമ പേടിക്കുന്നതും അതിൽ നിന്ന് അള്ളാഹു സുരക്ഷിതമാക്കുകയും ചെയ്യുന്ന ഒരവസ്ഥ കൊണ്ടല്ലാതെ ഈ രണ്ടവസ്ഥ ഒരു അടിമന്റെ ഹൃദയത്തിൽ ഉണ്ടാവില്ല എന്നുള്ളതാണ്. അപ്പോൾ മഹബത്തും വേണം, റജാഉം വേണം, ഖൗഫും വേണം. മഹാനായ പണ്ഡിതൻ ഇമാം ഇബ്നുൽ ഖയ്യിം ജൗസി റഹിമഹുല്ലാ വളരെ മനോഹരമായിട്ടുള്ള ഒരു ഉപമ കൊടുക്കുന്നുണ്ട്. മനുഷ്യന്മാരുടെ ഹൃദയം അള്ളാഹുവിലേക്കുള്ള യാത്രയിലാണ്. അത് ഏതുപോലെയാണ്? ഒരു കിളിയെ പോലെയാണ്. ആ കിളിക്ക് 3 അവയവങ്ങൾ, തലയുണ്ട്, 2 ചിറകുണ്ട്. ആ തല എന്ന് പറയുന്നത് അള്ളാഹുവിനോടുള്ള മഹബത്താണ്. അതേപോലെ തന്നെ 2 ചിറകൾ എന്ന് പറയുന്നത് ഒന്ന് അള്ളാഹുവിനോടുള്ള ഭയവും മറ്റൊന്ന് അള്ളാഹുവിനോടുള്ള പ്രതീക്ഷയും, റജാഉം. അങ്ങനെ ആ യാത്രയിൽ ആ തലയ്ക്ക്, ആ മഹബത്തിന് എപ്പോഴെങ്കിലും കോട്ടം സംഭവിച്ചാൽ, രോഗം ബാധിച്ചാൽ ആ കിളിക്ക് പറക്കാൻ കഴിയില്ല. അതേപോലെ തന്നെ ആ കിളിയുടെ ചിറകിന്, അതിൻ്റെ ഖൗഫിന്, അതിൻ്റെ പേടിക്ക് അല്ലെങ്കിൽ പ്രതീക്ഷക്കെങ്ങാനും രോഗം ബാധിച്ചാലും ആ കിളിക്ക് മുന്നോട്ട് പോകാൻ സാധിക്കൂല. അപ്പൊ ഈ 3 കാര്യങ്ങൾ ഉണ്ടായാൽ മാത്രമാണ് നമ്മുടെ ഹൃദയം അള്ളാഹുവിലേക്ക് എത്തിപ്പെടാൻ സാധിക്കൂ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ആ രൂപത്തിൽ നമ്മൾ കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് അള്ളാഹു സുബ്ഹാനഹു തആലയെ ശരിയായ വണ്ണം മനസ്സിലാക്കിക്കൊണ്ട് അള്ളാഹുവിനെ ഭയപ്പെടുവാനാണ് ഓർമ്മപ്പെടുത്തുവാനുള്ളത്. എങ്ങനെയൊക്കെയാണ് അള്ളാഹുവിനെ കുറിച്ചുള്ള ഭയം നമുക്ക് വർദ്ധിപ്പിക്കാൻ സാധിക്കും? പ്രധാനമായിട്ടും 5 കാര്യങ്ങളാണ് നമ്മൾ ചെയ്യേണ്ടത്. ഒന്ന്, നേരത്തെ പറഞ്ഞതുപോലെ അള്ളാഹുവിൻ്റെ ഉന്നതമായ നാമഗുണ വിശേഷണങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് അള്ളാഹുവിനെ ഭയപ്പെടണം. ഓരോ ഇസ്മും, അള്ളാഹുവിൻ്റെ ഓരോ നാമങ്ങളും ദിവസങ്ങൾ എടുത്തുകൊണ്ട് നമ്മൾ പഠിക്കണം. അള്ളാഹുവിൻ്റെ ആ നാമങ്ങളിൽ ഉള്ള അള്ളാഹുവിൻ്റെ പ്രവൃത്തിയെക്കുറിച്ചും അള്ളാഹുവിൻ്റെ സിഫത്തിനെ കുറിച്ച് നമ്മൾ പഠിച്ച് മനസ്സിലാക്കി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും നമ്മുടെ മനസ്സിൽ, ഹൃദയത്തിൽ ഭയം ഉണ്ടാകുവാൻ സാധിക്കും. അതേപോലെ തന്നെ അള്ളാഹുവിൻ്റെ സൃഷ്ടിയിലേക്ക് നോക്കിക്കൊണ്ടും അള്ളാഹുവിനെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. നമ്മുടെ ചുറ്റുപാടിലേക്കും നമ്മുടെ സ്വന്തത്തിലേക്കും പർവ്വതങ്ങളിലേക്കും അള്ളാഹുവിനെ മറ്റുള്ള സൃഷ്ടികളിലേക്ക് നോക്കിക്കൊണ്ടും അതിൻ്റെ പിന്നിലുള്ള അള്ളാഹുവിൻ്റെ കഴിവൊക്കെ മനസ്സിലാക്കിക്കൊണ്ടും അള്ളാഹുവിനോടുള്ള ഭയം വർദ്ധിപ്പിക്കുവാൻ നമുക്ക് സാധിക്കും. രണ്ടാമതായി നമ്മൾ ചെയ്യേണ്ടത് വിശുദ്ധ ഖുർആനിലെ ആയത്തുകൾ തദബ്ബുർ ചെയ്തുകൊണ്ട് പാരായണം ചെയ്യുക. നരകത്തിന്റെ ആയത്തുകൾ വരുമ്പോൾ ആ രൂപത്തിൽ ചിന്തിച്ചുകൊണ്ടും, പരലോകത്തെ കുറിച്ച് വരുന്ന ആയത്തുകൾ വരുമ്പോൾ ആ രൂപത്തിൽ അതിനെ ചിന്തിച്ചുകൊണ്ടും, അതേപോലെ തന്നെ അള്ളാഹുവിനെ കുറിച്ച് പറയുന്ന ആയത്തുകൾ വരുമ്പോൾ ഈ രൂപത്തിൽ തദബ്ബുർ ചെയ്തുകൊണ്ട് അള്ളാഹുവിൻ്റെ ആയത്തുകൾ പാരായണം ചെയ്താൽ അള്ളാഹുവിനോടുള്ള ഭയം നമുക്ക് വർദ്ധിപ്പിക്കുവാൻ സാധിക്കും. മൂന്നാമതായി നമ്മൾ ചെയ്യേണ്ടത്, നാളെ പരലോകത്ത് നമ്മൾ അഭിമുഖീകരിക്കേണ്ടി വരുന്ന വ്യത്യസ്ത ഘട്ടങ്ങളുണ്ട്, ഓരോ സ്റ്റേജുകളുണ്ട്. ആ ഓരോ സ്റ്റേജുകളെ കുറിച്ച് നമ്മൾ ചിന്തിച്ചുകൊണ്ടും നമുക്ക് നമ്മൾ അള്ളാഹുവിനോടുള്ള ഭയം വർദ്ധിപ്പിക്കുവാൻ സാധിക്കും. അതേപോലെ തന്നെ നാലാമതായി നമ്മൾ ചെയ്യേണ്ടത്, നമ്മുടെ തെറ്റുകളെ കുറിച്ച് നമ്മൾ ആലോചിച്ച് നോക്കും. ആ തെറ്റുകൾ തുടർന്നു കഴിഞ്ഞാൽ അതിൻ്റെ പരിണിത ഫലം എന്താണെന്ന് നമ്മൾ ആലോചിച്ചു നോക്കുക. അതേപോലെ അവസാനമായി നമ്മൾ ചെയ്യാനുള്ളത് അള്ളാഹുവിനോട് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്. അള്ളാഹുവിനോടുള്ള ഭയം വർദ്ധിപ്പിക്കുവാൻ വേണ്ടി അള്ളാഹുവിനോട് തന്നെ പ്രാർത്ഥിക്കാം. അതാണ് ഏറ്റവും വലിയ പ്രാർത്ഥന പ്രത്യേകത. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ, റബ്ബിനോട് പ്രാർത്ഥിക്കുന്നുണ്ട്. ഇബാദത്ത് എടുക്കുവാനുള്ള സഹായവും റബ്ബിൻ്റെ അടുത്ത് നിന്ന് കിട്ടിയേ പറ്റൂ. അതുകൊണ്ട് അള്ളാഹുവിനോടുള്ള തഖ്വയും ഖൗഫും അള്ളാഹുവിൽ നിന്നും നമ്മൾ പ്രാർത്ഥനയിലൂടെ നേടിയെടുക്കണം. ഈ കാര്യങ്ങൾ ചെയ്തുകൊണ്ടായിരിക്കണം നമ്മൾ അള്ളാഹുവിനോടുള്ള ഭയം നമ്മുടെ ഹൃദയത്തിൽ സ്ഥാപിക്കേണ്ടത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ രൂപത്തിൽ നമ്മൾ അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് ജീവിച്ചു കൊള്ളുക. ഇനി എങ്ങാനും
അള്ളാഹുവിനെ ഭയപ്പെടാതെയാണ് നമ്മുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുവാൻ നമ്മൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഓർത്തുകൊള്ളുക, ഓരോ തിന്മകൾ ചെയ്യുന്നതിന് മുമ്പ് ആ തിന്മകൾ അള്ളാഹു കാണുന്നുണ്ട് എന്നുള്ള ബോധം, നമ്മൾ മനസ്സിൽ വെക്കുന്നതും പുറത്തു വെക്കുന്നതും അള്ളാഹു അറിയുന്നുണ്ട് എന്ന് നമ്മൾ ആലോചിച്ചു കൊള്ളുക. അതേപോലെ തന്നെ നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യവും അള്ളാഹു ഉത്തരവാദിത്വം ഏൽപ്പിച്ച ഓരോ മലക്ക് അത് കൃത്യമായി രേഖപ്പെടുത്തി വെക്കുന്നുണ്ടെന്നുള്ള ചിന്ത നമ്മൾ ഓർത്തു വെക്കുക. അതേപോലെ തന്നെ നമ്മൾ ആലോചിക്കുവാനുള്ളത്, നമ്മുടെ മരണം വന്നെത്തിക്കഴിഞ്ഞാൽ നമ്മുടെ ആത്മാവ് ശരീരത്തിൽ നിന്ന് പിരിയുമ്പോൾ ആ ആത്മാവ് വിചാരിക്കും, ഒരു മിനിറ്റെങ്ങാനും അധികം ലഭിച്ചിരുന്നുവെങ്കിൽ, ഒരു റക്അത്തെങ്ങാനും നമസ്കരിക്കാൻ പറ്റുമായിരുന്നുവെങ്കിൽ, ഒരു ആയത്തെങ്ങാനും പാരായണം ചെയ്യാൻ സാധിക്കുമായിരുന്നുവെങ്കിൽ എന്ന് വിലപിക്കുന്ന ആ സന്ദർഭം ഒന്ന് ആലോചിച്ചു നോക്കുക. അതേ തുടർന്ന് പിന്നീട് ഖബറിലേക്ക് ഇറക്കുന്ന ആ സന്ദർഭം നമ്മളൊന്ന് ചിന്തിക്കാം. അതിലുള്ള ഇരുട്ടും അതിനുള്ള അദാബും അതിലുള്ള ഒറ്റപ്പെടലും എല്ലാം നമ്മളൊന്ന് ആലോചിച്ച് നോക്കാം. തുടർന്നുള്ള റിസറക്ഷൻ, അല്ലാഹു സുബ്ഹാനഹു തആല നമ്മെ ഖബറിൽ നിന്നും ഉയർത്തെഴുന്നേൽപ്പിക്കാൻ നഗ്നനായിക്കൊണ്ട് വിചാരണ ചെയ്യപ്പെടുവാൻ വേണ്ടി പോകുന്നൊരവസ്ഥ നമ്മളൊന്ന് ആലോചിച്ചു നോക്കുക. തുടർന്ന് സൂര്യൻ നമ്മളിലേക്ക് അടുപ്പിക്കുന്നൊരവസ്ഥ, ഓരോ മനുഷ്യന്മാരും അവരുടെ തിന്മകൾക്കനുസരിച്ചും വിയർപ്പിൽ മുങ്ങിക്കുളിക്കുന്ന, ചില ആളുകൾ നെരിയാണി വരെ സ്വന്തം വിയർപ്പിൽ മുങ്ങിക്കിടക്കും, ചില ആളുകളും അവരുടെ മുട്ടുവരെ സ്വന്തം വിയർപ്പിൽ നിൽക്കുന്നൊരവസ്ഥ, ചില ആളുകളും അവരുടെ നെഞ്ച് വരെ സ്വന്തം വിയർപ്പിൽ മുങ്ങി നിൽക്കുന്നൊരവസ്ഥ, മറ്റു ചിലരാകട്ടെ മൊത്തത്തിൽ അവരുടെ ശരീരം അവരുടെ വിയർപ്പിൽ മുങ്ങി നിൽക്കുന്നൊരവസ്ഥയെക്കുറിച്ചെല്ലാം, ആ ഭയാനകമായ അവസ്ഥയെക്കുറിച്ച് നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക. തുടർന്ന് അല്ലാഹു സുബ്ഹാനഹു തആല നമ്മുടെ പ്രവൃത്തികൾക്ക് അനുസരിച്ച് നന്മയാണോ കൂടുതലെങ്കിൽ വലതു കയ്യിൽ തരുന്ന കിതാബിനെ കുറിച്ച്, തിന്മയാണോ കൂടുതലെങ്കിൽ പിറകുവശത്തോടു കൂടി ഇടത് കയ്യിൽ തരുന്ന ആ അവസ്ഥയെക്കുറിച്ചൊന്നും നമ്മളൊന്നും ആലോചിച്ചു നോക്കുക. തുടർന്ന് നമ്മുടെ ഓരോ അവയവങ്ങളും നമുക്കെതിരെ സാക്ഷി പറയുന്ന ആ ഭയാനകരമായിട്ടുള്ള അവസ്ഥയെക്കുറിച്ചൊന്ന് ആലോചിച്ചു നോക്കുക. തുടർന്ന് ആ സിറാത്ത് പാലത്തിലൂടെ ആ മുടിനാരിനേക്കാളും തിന്നായിട്ടുള്ള, വാളിനേക്കാളും മൂർച്ചയുള്ള ആ നരകത്തിന് മുകളിൽ നാട്ടിയിട്ടുള്ള ആ പാലത്തിന്റെ മുകളിലൂടെ നടക്കുന്ന അവസ്ഥയൊന്നും നമ്മളൊന്ന് ആലോചിച്ചു നോക്കുക. എല്ലാത്തിനും ഉപരി അല്ലാഹു സുബ്ഹാനഹു തആലയ്ക്ക് മുമ്പിൽ ഒറ്റയ്ക്കും വിചാരണ ചെയ്യുന്ന ആ അവസ്ഥയൊന്നും നമ്മളൊന്ന് ആലോചിച്ചു നോക്കുക. തുടർന്ന് ആ ഭയാനകരമായ ഏറ്റവും വലിയ നാശമായ ആ നരകത്തിന്റെ ആഴത്തെക്കുറിച്ചൊന്നും നമ്മളൊന്ന് മനസ്സിലാക്കുക. പ്രിയപ്പെട്ടവരും, ഈ രൂപത്തിൽ അള്ളാഹുവിനെ ഭയപ്പെടാതെയാണോ നമ്മൾ മുന്നോട്ട് പോകുന്നതെങ്കിൽ ഈ വലിയ ദുരന്തങ്ങളായിരിക്കും നമ്മെ കാത്തിരിക്കുക. വമൻ അഅറദ അൻ ദിക്രി ഫഇന്ന ലഹു മഈശതൻ അൻദൻകാ, ആരെങ്കിലും എൻ്റെ ദിക്റിൽ നിന്ന് പിന്തിരിയുന്ന പക്ഷം അവന്റെ ജീവിതം കുടുസത ഉള്ളതായിട്ട് മാറും എന്നുള്ള അല്ലാഹു സുബ്ഹാനഹു തആലയുടെ താക്കീത് നമ്മെ മുന്നോട്ട് കൊണ്ടുപോകേണ്ടതുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ രൂപത്തിൽ അള്ളാഹുവിനെ മനസ്സിലാക്കേണ്ട വിധത്തിൽ മനസ്സിലാക്കിക്കൊണ്ട് ഭയമുള്ളവരായി, ഖശിയത്തുള്ളവരായും ഖൗഫുള്ളവരായും അള്ളാഹുവിൻ്റെ ഏറ്റവും നല്ല അടിമകളാകുവാൻ അള്ളാഹു സുബ്ഹാനഹു തആല നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആ രൂപത്തിൽ അള്ളാഹു സുബ്ഹാനഹു തആലയുടെ തൃപ്തിയും ഉന്നതമായിട്ടുള്ള സ്വർഗവും എല്ലാം നേടിയെടുക്കുവാൻ അള്ളാഹു സുബ്ഹാനഹു തആല നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയ നമ്മുടെ പ്രിയപ്പെട്ട മാതാപിതാക്കൾ, നമ്മുടെ ഉസ്താദുമാർ, നമ്മുടെ പണ്ഡിതന്മാർ, അവരുടെ എല്ലാം ഖബറുകൾ അല്ലാഹു സുബ്ഹാനഹു തആല വിശാലമാക്കി കൊടുക്കുകയും അവരെയും നമ്മയും എല്ലാവരെയും സ്വർഗത്തിൽ പ്രവാചകന്റെ കൂടെ ജന്നത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂടുവാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു തആലയുടെ വജ്ഹ് കാണുവാനുള്ള ആ ഉന്നതമായ ഭാഗ്യം അല്ലാഹു സുബ്ഹാനഹു തആല നമുക്കെല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. റബ്ബന ആതിന ഫിദ് ദുനിയ ഹസനം വഫിൽ ആഖിറതി ഹസനതൻ വഖിന അദാബന്നാർ. അല്ലാഹുമ്മ സ്രിഫ് അന്നാ അദാബ ജഹന്നം ഇന്ന അദാബഹാ കാന ഖുറാമാ. اللهم مقلب القلوب ثبت قلوبنا على دينك يا رب العالمين. آمين آمين يا رحمك الرحمن الراحمين. وصلى الله على نبينا محمد وعلى آله وصحبه أجمعين. آخر دعوانا أن الحمد لله رب العالمين.